കറണ്ട് വന്നു. കഴിഞ്ഞ വർഷം നല്ലതായിട്ട് കളിച്ചില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലേ ഒരു 5 പോയിന്റ് എടുക്കാൻ നമുക്കൊരു 10 പോയിന്റ് വെച്ച് എടുക്കുവാണെങ്കിൽ ഇന്ന് എങ്ങനെ ആയാലും നല്ലൊരു ഇതെത്തും. ഫസ്റ്റ് മാച്ചിലോട്ട് ഒരു 5 പോയിന്റ് 10 പോയിന്റ് എടുത്ത് വെക്കാറുണ്ട്. ഫസ്റ്റ് മാച്ചിൽ 6 പോയിന്റ് കിട്ടണമായിരുന്നു. അതാകുമ്പോ ടോട്ടൽ 30 പോയിന്റ് ആയി. പിന്നെ ഈ മാച്ച് 31 40 പോയിന്റ് ആകും. അല്ല എത്ര പൊസിഷൻ നമ്മൾ എത്ര കഴിഞ്ഞ ലാസ്റ്റ് മാച്ചില്? 3 7 7 പോയിന്റ് അല്ലല്ല 5 പോയിന്റ്. 5 പോയിന്റ് ആണോ ആസ്ത്രീക്ക്? 11 പോയിന്റ് ലാസ്റ്റ് മാച്ച്. ഈകളെ കേൾക്കുന്നില്ലല്ലോ? കേക്കാം. ഈകളെ കേക്കാടാ. ഹലോ കേക്കുന്നില്ലേ? ഹലോ ഈകളെ കേൾക്കാം. ഹലോ കേക്കാവോ? ഹലോ ഈകളെ കേക്കാ. ഓക്കെ കേൾക്കാം. നോക്കണ ടീം ഉണ്ടാവേ. ഇന്നലെ വന്ന ടീം ഉണ്ടാവേ. ഇന്നലെ മറ്റേമാര് കാണാൻ ഇപ്പൊ കേൾക്കാം. ഓക്കെ. ഈ ബ്രിഡ്ജിന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ, ഞാനത് കണ്ട് ബ്രിഡ്ജിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വണ്ടി ഉണ്ടാവുമായിരിക്കും. നോക്കണം, ഉണ്ടെങ്കിൽ ഇങ്ങ് എടുത്തോ. എടാ എന്നോടൊന്നും പറയണ്ടാണോ സോണിക് കയറാൻ വേണ്ടി ആരെങ്കിലും? എന്റെ പിഒയിലുണ്ടല്ലോ. നിങ്ങള് സോണിലാണ് സായിപ്പേ. എന്റെ പിഒയില് എനിക്ക് കാണായിരുന്നു. ഞാൻ റെക്കോർഡിംഗ് ആണ് നീ കാണിച്ചിരുന്നു. ആരെ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ചെയ്ത് നീ സായിപ്പ് എന്താന്നറിയോ കാര്യം? അവിടെ എന്തുവാ കാസ്ട്രോയും മറ്റേ U15 ഫൈറ്റ് ആയിരുന്നു 2v2. നിങ്ങൾക്ക് ഈസി ആയിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു അവിടെ. എടാ എനിക്ക് കളിക്കാൻ പറ്റുമായിരുന്നടാ. എന്ത് പറ്റി? സോൺ ഞാനവിടെ ഹീൽ ചെയ്തിട്ടുണ്ടായി. എൻ്റെ ഒരു നേടുണ്ടായിരുന്നു. ഞാൻ നേടൊന്ന് ചുമ്മാ കുക്ക് ചെയ്യുമ്പോൾ ചാടി വരുമോ എന്ന് നോക്കാം. എന്നിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്തിട്ട് ഇറക്കി കൊടുക്കാൻ ഞാൻ കില്ല് കിട്ടുമായിരുന്നെ പിന്നെ ഐസായിട്ട് അവിടെ നിന്ന് കയറാറില്ലല്ലോ പതുക്കെ. ഐസായിട്ട് എങ്ങനെയെങ്കിലും ഒരു കില്ല് എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ലാസ്റ്റ് വല്ലോ നിന്നിരുന്നു. UMP സപ്പസറും ഉണ്ട്. വേണോ? ഉണ്ട് വേണോ? ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാൻ ഇതാ. ഇതിന്റെ റൂഫിലെടുത്തന്നെ നോക്കണേ. നോക്ക് ഫിനിഷ് ആക്കാൻ പറ്റുമോ 1 2 3 വേണ്ട ഫിനിഷ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. വേഗം റെഡി 1 2 3 സ്റ്റാർട്ട്. അവസ്ഥ നമ്മൾ ഇന്നലെ അടിച്ചമാര് അവന്റെ അവസ്ഥ അവനെ അനങ്ങാൻ പോലും പറ്റിയില്ല. ബേക്ക് കൂടെ ടീം വരുന്നുണ്ടോ നോക്കണേ. എടാ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഓൾറെഡി പാരഡൈസ് ക്രോസ് ചെയ്യണ്ടേ? നമുക്ക് പോവാം. പാരഡൈസ് ക്രോസ് ചെയ്യണ്ടേ? ബാക്ക് കൂടെ ക്രോസ് ബാക്ക് ഒരു വണ്ടിയൊക്കെ ഉണ്ട്. ഇവന്മാരെ 4v4 ഒക്കെ എടുക്കുന്നതാണ് 4 ഇല്ലൊക്കെ. വേമ്പാ പെട്ടെന്ന് ഓടിട്ട് ലൂട്ട് സ്പ്രിന്റ് സെൻസിറ്റി കുറവാണ്. അതുകൊണ്ടൊന്നും അല്ല, അവന്റെ നെറ്റ് പോയടാ. നെറ്റ് സെൻസിറ്റിവിറ്റി കുറവാണ്. ഓടിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞോണ്ടാ. വീട്ടിലെത്തി M4 ഉണ്ട്. ഈ M4 എടുത്തോ. സ്റ്റാറിലൊന്നും ഇതിൽ കിട്ടത്തില്ല. ക്യാമ്പ് ചെയ്തിരിടാ. സെയിം സാധനം ക്യാമ്പ് ചെയ്തിരി. പണ്ണ കറണ്ടേ നീ വാന്ന്. നിന്റെ പോയോ കറണ്ട്? എന്റെ കറണ്ട് പോയി. ഇവിടെ ഒന്നുമില്ല, ഒരു കാറ്റ് പോലും വീശുന്നില്ല. എന്റെ കറണ്ട് പോയേക്കാം. ഇവിടെ വരുവാണെ പറയണേ കേട്ടാ. അവിടെ ആള് വരുവാണെ പറയണേ കേട്ടാ. ഈ കളി കളയില്ല കേട്ടാ. ഇത് നമ്മളെ ചിക്കനാണ്. ഇവിടെ നോക്കി ഹോൾഡ് ചെയ്ത് ക്യാമ്പ് അടിച്ചിരുന്നു. ഇപ്പൊ കുഴപ്പമുണ്ടോ? ഡോറെല്ലാം അടച്ചു നിന്നോട്ടോ. എനിക്കൊന്ന് പാരഡൈസ് ഇങ്ങനെ കേറുന്ന ടീമായിരിക്കും കൂടുതലും. ലാഗ് ചുമ്മാ അങ്ങ് പറയോ കേട്ടോ. ചുമ്മാ പറയോ ലാഗ് എന്നൊക്കെ. അയ്യോ കാലൊടിഞ്ഞ് മേലടിയേ ടീം ആ കില്ല് കിട്ടും. ഈ ഇല്ല നമ്മള് മറ്റേ ഇന്നലെ ഫൈറ്റ് ചെയ്ത് കോമ്പറ്റില്ല അപ്പഴാണ് അതൊക്കെ ഇന്ന് അടിക്കുന്ന.
ലെവൽ 3 ഹെൽമെറ്റ് ഇതും ഇല്ലാണ്ടായിരുന്നടാ ബാഗ്. ഇല്ല എന്റെ ബാഗും സോൺ ഈസി നമുക്ക് തന്നെ ഈസി. പാരഡൈസിലുള്ളവന്മാര് കയറി കേട്ടോ ഇങ്ങടേക്ക് ഉറപ്പാണ്. അയ്യോ. ഈ നീലമാർക്ക് കണ്ടോ ഇങ്ങനെ ആയിരിക്കും കൂടുതലും ടീം കേറാൻ ചാൻസ്. അത് അത്രയും ഒന്നും മാക്സിമം അവിടെ ഇങ്ങനെ കൂടുതൽ നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ സൈഡിൽ നിന്ന് ബഗ്ഗി ഇവന്റെ സൈഡിൽ നിന്ന് ബക്കിയെ മലടൊക്കത്ത് മലന്റെ മേലെ വന്ന് അനങ്ങണ്ടില്ല ഇത് കേറ്റുവാണ് എന്നെ കേറ്റുവാണ്. കൊല്ലാൻ പറ്റുന്നില്ല അവന്റെ കില്ലിട്ടു അവനെ ഉറക്കും. അപ്പൊ ചത്തോളൂ ടീമേറ്റ് ഉണ്ട്. അവൻ ടാഗഡായിരുന്നു ഹെഡ് കൊടുത്തുള്ളൂ. നല്ല ലാഗ് അടിക്കുന്നേ. ഓക്കെ ഓക്കെ ഇപ്പറ ഫൈറ്റ് ആണേ 175 കോമ്പൗണ്ട്. അവന്റെ ടീമേറ്റ് ഇല്ലേ അവിടെ? ഇല്ലല്ലോ വേറെ ഇൻഫോ കിട്ടിയിട്ട് ക്യാമ്പിംഗ് ആണോ? അല്ല ഒറ്റ ഒരുത്തനുള്ളായിരുന്നു. സ്കൗട്ട് വന്നതാ. സ്കൗട്ട് വന്നതാ. ചെക്കല്ല സോൺ സെന്റർ ഓഫ് ദ സോൺ നിൽക്കുക. ക്യാമ്പിംഗ് ആണോ എന്ന് അച്ചിപ്പട്ടി വെളിയിലിറങ്ങി ഞാൻ അണ്ടിയിട്ടാട്ടാ. എന്തൊക്കെ ചോദ്യമാണ് അവന്റെ ഒക്കെ. ഒരു കോമ്പറ്റീവ് ഗെയിം കളിക്കും. മറ്റേ പ്ലാറ്റിനിൽ കളിക്കുന്ന രീതിയാണ്. ഒന്ന് നോക്കിയേ സായിപ്പ് അവിടുന്ന് അകത്താണ് കുറച്ച് തണുത്ത വെള്ളം വേണം. എനിക്ക് മെകളിൽ നോക്കാൻ പറ്റില്ല. മെകളിൽ കറക്റ്റ് ഉണ്ടല്ലോടാ കേറി നിൽക്കുന്നുണ്ട്. എനിക്കിട്ടാൻ കിട്ടണം ഫസ്റ്റ് സർപ്രൈസ് ആയിരിക്കും എനിക്ക് കിട്ടണം. മനസ്സിലായോ? ഞാൻ അങ്ങനെ ഒരു പൊസിഷനിലാണ് നിക്കണേ. അടിച്ചവന്മാർ ഏത് ടീമായിരുന്നു? പേര് അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചത് E4 ആണ് ഇപ്പൊ വണ്ടി കൊണ്ട് വന്നത്. ഈ വോക്സ് അമ്പാടിയാണ് ഇവന്റെ ടീം, ടുബോർഗിന്റെ ടീം. അമ്മാരെവിടെയാ അടിക്കുന്നത്? മേളില് പാരഡൈസ്. അമ്മാര് പാരഡൈസിലായിരുന്നു. പാരഡൈസിന്റെ സൈഡിൽ നിന്നാണ് അമ്മാര് വരുന്നത്. മേളില് വണ്ടി വന്നു. മേളില് യുഎസ് നമ്മള് അടിച്ച സ്ഥലം പാരഡൈസ്. കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത്. കറക്റ്റ് സ്ഥലം എവിടെയാണ്? സോൺ നമുക്ക് ഈസി കളി ഹോൾഡ് ചെയ്താൽ മതി. അമ്മാര് തമ്മിൽ അടിച്ചോട്ടെ. നമ്മുടെ മാച്ച് ഇവന്മാര് ഈ സോണ് ഇതാവുമ്പോ ടീംസ് കയറി വരും കേട്ടാ. അതൊന്ന് നോക്കണേ. ഞാൻ കാര്യം പറയാം, എന്റെ അടുത്ത് ഒരാളും കൂടെ കളിക്കുവാണ് എളുപ്പമായിരുന്നു. ഇത് കൂടെ ആയിരിക്കും റൊട്ടേറ്റ് വരുന്നത്. ഈഗിൾ കളിച്ചോടാ അവിടെ. ഈഗിൾ അവിടെ കളിക്കുന്ന നല്ല ഇതിനു വേണ്ടി. എവിടെ ഇവിടെ കേറി ഇവിടെ സായിപ്പ് ഇങ്ങ് കേറി. ഇതാ നല്ല പൊസിഷൻ. എല്ലാ ബേക്കിൽ ടീം കേറി വരാൻ ഇവിടെ വണ്ടി വന്നു. നമ്മുടെ നിന്ന ഞാൻ പറഞ്ഞില്ല പാറ. എടാ ഞാൻ അവിടെ തന്നെ കളിച്ചോളാം. സോൺ തുടങ്ങി. ഇപ്പൊ വരുവേ. ഒരുത്തൻ ഈ പാറന്റെ ബേക്കിലെത്തിയേ. ഈ പാറന്റെ ബേക്കിലെത്തിയ ഒരുത്തൻ നോക്ക. അതിലൊരുത്തൻ നോക്കി ഈഗിളെ പൊക്കി വരണേ. ഈഗിള് ഒരുത്തൻ നോക്കുന്നുണ്ട്. അമ്മർക്ക് എന്തായാലും ടൈം എടുത്തിട്ടില്ലോ. സായിപ്പ് ഇവിടെയാണ് കമ്മിറ്റ് ആകത്തുള്ളൂ. ഒന്നിങ്ങ് വരാവോ? ഇവിടെ കളിക്കും. നീ ഒന്ന് കുറച്ച് ബാക്ക് കളിക്കേ. നോക്കണേ. ഓക്കെ നീ അവിടെ കളി. ഞാൻ ഇവിടെ കളിക്കാം. നേട് പുള്ളിന്ന് ഇവിടെ മാർക്കിന് അവിടെ വരുന്നുണ്ട്. സായിപ്പ് നീ അപ്പുറത്ത് കളിക്കാവോ? ഇവിടെ കളിക്കാത്ത എന്താടാ മോക്കെ? ഇവിടെ അമ്മമാരെ കേറി എന്തോ ചെയ്യും? നീ പറ. എന്തോ ഞാൻ ഇവിടെ നോക്കണ്ടാ. ഇവിടെ നോക്ക് ഫിനിഷ് നൈസ്റാ.
അടിച്ചു കഴിഞ്ഞോ, കഴിഞ്ഞോ? ഓക്കെ മണ്ടയ്ക്കുണ്ട്. Watch out! ഇവിടെ നോക്ക് കൺഫേം. സോണുണ്ട്, നമുക്ക് സോണുണ്ട്. നമുക്ക് സോണുണ്ട്. ഇവിടെ സോണ്ട് ഈ ബ്രോക്കമാരുടെ ബേക്കിലൊക്കെ സോണ്ട് സീനില്ല. എല്ലാം ഇവിടുന്ന് ഓപ്പൺ ഉണ്ട്. ഇവിടെ കിൽസിന്റെ 130 അവിടെ സോൺ കൊണ്ടുവരാ. അതേപോലെ തന്നെ 130 സോൺ ഇല്ല. ഫുള്ള് സ്മോക്ക് ചെയ്യണം. കയറി വരുന്നേ. ഇങ്ങളെ ഇവിടുന്ന് കറിയിട്ട് ഇത് നോക്കല്ല കേട്ടാ. നോക്കിക്കണ ഒരു സ്മോക്കിലോട്ട് ലെഫ്റ്റില് സ്മോക്ക് ഇട്ട് കളി ഈകളെ. ലെഫ്റ്റില് അവൻ ചിലപ്പോ ഈ സ്മോക്കിന്റെ എൻഡിൽ നിന്ന് കളിക്കും. അങ്ങനെ കളിക്കുമായിരിക്കും. E4 കഴിഞ്ഞു. അവിടെ നേരിടുന്ന ഇവിടെ നമുക്ക് ഇവന്മാരെ കേറ്റല്ലേ. ട്യൂബോർഗിന്റെ ഒക്കെ ടീമാണല്ലോ. അവിടെ കേറ്റല്ലേ ഇവന്മാർ തേർഡ് പാർട്ടി അറിയാലോ നമുക്ക്. ഇവിടുന്ന് നേടരട്ടെ. വേണ്ട നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് കളിച്ചേ. വേണ്ട അവിടെ അമ്മ ഇപ്പൊ കേറി വരും. ട്യൂബോർഗിന്റെ ടീം ഇപ്പൊ ഇവിടുന്ന് കേറി വരും. Watch ഇവിടുന്ന് out! ഇനിയുണ്ട് മേലുണ്ട്. മേളിൽ നിന്ന് ഇറങ്ങി വരും. റൈറ്റില് സ്മോക്ക് ഇട്ട് കളി. റൈറ്റില് സ്മോക്ക് ഇട്ട് കളിക്കും. ലെഫ്റ്റിൽ അടിച്ചു നിന്നാ മതി. റൈറ്റില് സ്മോക്ക് ഇട്ട് ലെഫ്റ്റിൽ അടിച്ചു കളി. റൈറ്റ് കുറച്ച് ലോങ് എറിഞ്ഞ് കളിക്കണേ നിങ്ങൾ. സ്മോക്ക് അടുത്തിട്ട് കളിക്കല്ലേ. ഓക്കെ റൈറ്റ് ടീമുണ്ട്. റൈറ്റിലുള്ള ടീമിനെ കേറ്റില്ല കേട്ടോ സോണിലേക്ക്. ഇനി സൈഡിൽ നിന്ന് കളിച്ചാൽ മതി. എടാ ആർക്കെങ്കിലും ഒരു തരം സോൺ അഡ്വാൻസ് ചെയ്യാൻ പറ്റൂലല്ലേ? ഇല്ല ആ പാറ കയറുവാണ് എളുപ്പ. കുറച്ച് സ്പ്ലിറ്റ് ആയി നിന്ന് കളിക്കണം കേട്ടോ. നമുക്ക് ആ പാറ കയറണല്ലോടാ. ഞാൻ പറയട്ടെ സോണിന്റെ അകത്ത് ഓൾറെഡി അവിടെ ഉണ്ട്. സായിപ്പ് അടിച്ചോ. സോണിന്റെ അകത്ത് ആൾക്കാർ ഉണ്ടാവത്തില്ല. അടിച്ചോ. ഇവിടെ ഒരുത്തണ്ട. പത് കളിയെ ഇനി പത് കളിയെ. ഓക്കെ ഇത് ഇവന് ഓപ്പണിൽ തന്നെ കറങ്ങി നടക്കുവാണ് ഇവിടെ. സായിപ്പിന് വേണേ കൈ വെക്കാവേ. സായിപ്പ് ഇവിടെ വന്ന് സായിപ്പ് അങ്ങനെ എടുത്തു. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളമാര് സോൺ ഔട്ട് ആണ്. ഒരു ചിക്കനെങ്കിലും അടിച്ചല്ലോ. ഇനി ഈഗിളിന്റെ ഫോട്ടോ വരും അവിടെ. എത്ര പോയിന്റ് ഉണ്ട്? 10 15 6 3 19 കഴിഞ്ഞ മാച്ച് 54 പോയിന്റ് ടോട്ടൽ 54 പോയിന്റ്. എത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് റിപ്ലൈ പറയേണ്ടത്. മനസ്സിലായോ? കഴിഞ്ഞ കളി കോണ അടിച്ചവന്മാർക്കൊക്കെ ഇങ്ങനെയാണ് റിപ്ലൈ പറയുക. ഇത്രേ ഉള്ളൂ. സാനോ കിൽസ് അതാ വിഷയം. വെൽ പ്ലേഡ്